പോകുന്ന വിഷയം എന്നെക്കാൾ അറിയാവുന്ന ഒരുത്തി ഈ ക്ലാസ്സിൽ ഉണ്ടാവല്ലേ ഭഗവാനേ. Sit. ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല, എന്തെങ്കിലും ചെയ്തോളൂ. ബിറ്റ് വെക്കണ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ബിറ്റ് വെച്ച് പഠിപ്പിക്കണ ടീച്ചറിനെ ആദ്യമായിട്ടാ കാണുന്നത്. ഇതിപ്പോ എത്ര മാസായിന്നറിയാവോ? ഇല്ല സാർ, ഞാനിപ്പോ വ്യായാമം ചെയ്യുന്നുണ്ട്. എന്ത് വയറിന്റെ കാര്യമല്ലോ ചോദിച്ചത്? പിന്നെ ഞാനല്ലേ തന്റെ വയർമാൻ. കൊടു, തന്നോടല്ലേ ഇയാളോട്. ശരിയാക്കാം സാർ, അടുത്ത മാസം ശരിയാക്കാം. ശരിയാക്കണം, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കും സാർ. Go to the classes. അയ്യേ, ലൈബ്രറി നീ വന്നേ. ഭാഗ്യം നമ്മ ബുക്കുമ്പോ തൊട്ടില്ലല്ലോ. ആ പോയത് ആരാണെന്നറിയാമോ? ഇല്ല, ആരാ? എൻ്റെ ഡ്രൈവറാ. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഇത് 4ാമത്തെ ആളാ. എന്തു പറ്റി? ഒരു പണിയില്ലായിരുന്നപ്പോൾ ഒരു ജോലി കൊടുത്തതാ. ഇന്നലെ എൻ്റെ ഒരു ക്ലാസ് ഇവൻ ഏകല്യവൻ്റെ ഒളിച്ചിരുന്ന് കേട്ടു. അതിൽ സമ്പത്തിൻ്റെ പിന്നാലെ പോകാതെ അംബീഷൻ്റെ പിന്നാലെ പോവുക, സമ്പത്ത് തനിയെ വന്നു ചേരും. അത് അവനൊരു പുതിയ അറിവായി. ഇപ്പോൾ അംബീഷൻ്റെ പിന്നാലെ പോയി എനിക്കിട്ടൊരു പണിയായി. ആക്ച്വലി എന്താ അതെന്റെ പ്രശ്നം? ടീച്ചിങ് ആണ് സാർ പണി. പണ്ട് ബാക്ക് ബെഞ്ചിരുന്ന് ഒരുപാട് ഉഴപ്പി, ഇപ്പൊ ഒരു രക്ഷയില്ല. ഒരു ചെറിയ മൂട്ടിടിപ്പല്ലേ? അത് നമുക്ക് ശരിയാക്കാം. ഇയാൾ ധൈര്യമായിട്ട് ചെല്ലേ, ശരിയാക്കാം. നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് കോൺഫിഡൻസോടെ പറയണം. എടുത്ത് കണ്ട, അങ്ങനെയാണ് പറയേണ്ടത്. ആദ്യം ഈ ചള്ള വയറൊക്കെ ഒന്ന് കുറയ്ക്കണം. ഒരു സമ്പൂർണ്ണ കോർപ്പറേറ്റ് കൾച്ചർ മുന്നിൽ വന്ന് നിന്ന മാതിരിയുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡൊക്കെ വലിച്ചു വാരി കയറ്റിയാൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ടിപ്പ് ടോപ്പ് ആയിരിക്കണം. നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ആണ്. അതൊക്കെ ഇട്ട് ജിൽ എന്ന് വരുമ്പോൾ തന്നെ നമ്മളങ്ങ് സ്റ്റഡി ആവും. കേട്ടോ? ബാ. ഡേറ്റ സ്ട്രക്ചർ, സെർച്ച് അൽഗോരിതം, പിന്നെ ടവർ ഓഫ് ഹനായ് പ്രോബ്ലം. അയ്യേ, ഇങ്ങനെ പറഞ്ഞാൽ ആര് ശ്രദ്ധിക്കാനാ? വിത്ത് കോൺഫിഡൻസോടുകൂടി പറയണം. പിന്നെ നമ്മുടെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നല്ല സ്മാർട്ടായിട്ട് ഉഷിരോടുകൂടി പറ. ഡേറ്റ സ്ട്രക്ചേഴ്സ്, ടവർ ഓഫ് ഹനായ് പ്രോബ്ലംസ് ആൻഡ് ലിഫോ മെത്തേഡ്സ്, സെർച്ച് അൽഗോരിതം. കറക്റ്റ്, ഇങ്ങനെയാണ് പറയേണ്ടത്. ശരിയാവും. Wait,
97 BCA ബാച്ചിലെ ഏറ്റവും ചട്ടമ്പി അല്ലേടാ? അന്ന് വിചാരിച്ചു കാണില്ല അല്ലേ ഒരിക്കല് ഇതുപോലെ അധ്യാപക പണി ചെയ്യേണ്ടി വരുമെന്ന്. വേദ്, നീയൊരു അധ്യാപകനാകാൻ ശ്രമിക്കുകയാണ്, നല്ലത്. പക്ഷേ നിന്നിലൊരു നല്ല അധ്യാപകനുണ്ട്, അത് നീ കണ്ടെത്തിയാ മതി. നീയായി മാത്രം ഇരിക്കെ, നിന്റെ കുട്ടികൾക്ക് നിന്നെ ഇഷ്ടമാവും. ഓൾ ദി ബെസ്റ്റ്. സാറിതെന്താലോചിക്കാണ്? പുസ്തകമൊക്കെ താഴ്ത്തിട്ട് എന്നാ പിടി. അവനെത്തിയില്ലല്ലോ. പോരൂടാ, അവൻ എവിടെ പോവാൻ? അല്ലെങ്കിലും അവന്റെ സകലൂടായി പറയുന്ന നമ്മളെ വിട്ട് അവൻ അങ്ങനെ അങ്ങോട്ട് പോവാൻ പറ്റുമോ? കറക്റ്റ്. അവൻ എന്തായാലും വരാതിരിക്കില്ല. അവന്റെ ചങ്ക് കൂട്ടുകാരന്മാരാ, അവൻ വെറുപ്പിക്കില്ല. പിന്നെ അവനെങ്ങാനും വന്നില്ലെങ്കിൽ അവന്റെ പെണ്ണുമ്പിള്ളയെടുത്ത് അവന്റെ സകല ഉടായ്പും പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ് പ്രൈവറ്റ് ആയിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് കണ്ട ഉറപ്പായിട്ട് അവൻ വരും. വരുമ്പോ മറ്റവനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പോരെ? എന്നാ അവന്മാരുടെ രണ്ടിന്റെ അന്ത്യാണ്, അന്ത്യം. Cheers. ലീ വേണോ? ആ നമ്മടത്തെ കളി. എടാ എന്തുവാടാ ഇനിയിലൊന്നൊഴിക്കടാ. കൊടുക്ക് കേട്ടടാ. എന്നാ എടാ നിനക്ക് ചിക്കടിക്കണ സ്വഭാവം തറയില്ലേ? അതൊക്കെ വിടറാ, അവന്റെ വിവരം വല്ലതും ഉണ്ടോ? ഇല്ലടാ, he is totally absconded and the most interesting part is he quit the job as well. കള്ളപ്പന്നി. ഞാൻ എത്ര കഷ്ടപ്പെട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് അറിയാം ജോലി മേടിച്ചു കൊടുത്തത്, അതും കളഞ്ഞു വെച്ചിരിക്കുന്നു. കളർ റാസ്കൽ. നിനക്ക് അവൻ അറിയാല, ഒരു കിളി പോയ കേസാണ്, ഒന്നിൽ ഉറച്ചു നിൽക്കില്ല. പക്ഷേ അവനില്ലാണ്ട് ഒരു ഉഷാറില്ലടാ. ആർക്കും ഉഷാറില്ലാന്ന്? അവനെന്റെ കൈ കിട്ടി അടിച്ച് കൊല്ലും ഞാൻ. ഫൂൾ. ആ അതൊക്കെ പോട്ടെ, അവന്റെ റൂംമേറ്റ്സ് എന്ത് പറഞ്ഞു? എവറിത്തിങ് ഇസ് ബ്ലാങ്ക്. FB അക്കൗണ്ട് പോലും ഡിലീറ്റ് ആക്കി. ഇടയ്ക്കൊരു ബിസിനസ് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സംതിങ് ലൈക്ക് ബയോ ഫെർട്ടിലൈസറോ ഓർഗാനിക് സീഡിങ്ങോ അങ്ങനെ എന്തൊക്കെയോ. ഇനി ഇതെല്ലാം വേണ്ടിയിട്ട് അവൻ നാട്ടിൽ പോയി വല്ല കൃഷിപ്പണിയും ചെയ്ത് ജീവിക്കുകയാണോ എന്ന് ദൈവത്തിനറിയാം. എടാ ഒരാളെ വിളിച്ചാൽ ചിലപ്പോൾ ചില ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. ആരെ? അതിന് നിനക്ക് ഇഷ്ടമല്ലല്ലോ. എടാ മോളെ കാര്യം പറയരുത് നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞിട്ടാ? കണ്ട ഒരു റീഞ്ഞ. എടാ പുല്ലേ, ഒരുത്തൻ കംപ്ലീറ്റ് മിസ്സിംഗ് ആണ്. അതും 15 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്. നിന്റെ ആ പഴയ പോസസീവ്നെസ്സും മനസ്സിൽ വെച്ചോണ്ട് വി അഗ്രി ദാറ്റ് ഹി വാസ് ക്ലോസ് ടു റീന. ബട്ട് ഞാൻ റീനയെ വിളിച്ചിരുന്നു. ഷീ ഡോണ്ട് നോ എനിത്തിങ്. എടാ അവന്റെ വീട്ടിൽ യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ല. ഇനി നമ്മളായിട്ടൊന്നും അറിയിക്കണ്ട. അപ്പ ഹയൻ സേഫ് ആണെന്ന് അറിഞ്ഞൊരു സമാധാനം ഉണ്ടായിരുന്നു. അവൻ ആകുള്ളത് ആ അമ്മാവനല്ലേ? We'll find him for sure. One day. അന്ന് ഇവന് കൊടുത്തതിനെക്കാട്ടും ഡബിള് നമ്മൾ അവന് കൊടുത്തിരിക്കും. എല്ലാരും കൊടുക്കും.